ശ്രീമദ് ഭാഗവതം ക്ലാസ് 102 നമ്മളിന്ന് അഞ്ചാമത്തെ സ്കന്ധമായിട്ട് സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് ജഡഭരതാനുചരിതമാണ്. നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് ഭരതൻ ഒരു മാനായിട്ടാണ് ജനിച്ചത്. കാരണം മരിക്കുമ്പോൾ ഒരു മാൻകുട്ടിയെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് മരിച്ചത്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഭരതനാണ്. പക്ഷേ ഒരു മാൻകുട്ടി വെള്ളത്തിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു സഹാനുഭൂതി ഉണ്ടായി. അതോടുകൂടി ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു പോയി. യഥാർത്ഥത്തിൽ ഈ ഭരതൻ എന്ന് പറയുന്നത് ശ്രീഹരി തന്നെ വന്നതാണ് എന്ന് നമ്മൾ കണ്ടു കഴിക്കുന്നതാണ്. നമ്മളുമെല്ലാം ശ്രീഹരി തന്നെയാണ്, പ്രത്യേകിച്ച് ബ്രഹ്മം തന്നെയാണ് നമ്മൾ ആയി മാറുന്നത്. പിന്നെ കഥയിൽ എടുത്ത് ഒരു ഭരതൻ എന്ന കഥാപാത്രത്തിലൂടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ശക്തി, നിർഗുണമായ ശക്തി ഭൂമിയിൽ അവതരിച്ചാലും മനുഷ്യൻ്റെ മാതിരിയുള്ള എല്ലാ പ്രയത്നവും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ വഴിയിലോട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറഞ്ഞ വഴിയിലോട്ട് പോയാലേ ബ്രഹ്മസാക്ഷാത്കാരം നേടുകയുള്ളൂ. അല്ലാതെ ഭൗതിക ലോകത്തിൽ മാനിനെ കണ്ട് സങ്കടം തോന്നി ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ സങ്കടമല്ല, എത്ര നല്ല പ്രവൃത്തി തന്നെയാണെങ്കിലും ഭൗതിക പ്രവർത്തനമാണ്. അപ്പം ഭൗതിക ലോകത്തിൽ പോയിക്കൊള്ളുക. അതുകൊണ്ട് നമുക്കൊന്നും വ്യക്തമാക്കുന്നത് നമുക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പക്ഷെ പുനർജനിച്ചപ്പോഴും മാനായിട്ട് ജനിച്ചപ്പോഴും അദ്ദേഹത്തിന് അതിന് മുതൽ കുറച്ച് ഭക്തിയെല്ലാം ഉള്ളത് കൊണ്ട് കഥയിൽ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ കാലമെല്ലാം ഓർക്കാണ്, അല്ലാതെ ആർക്കും ഓർക്കാനൊന്നും പറ്റില്ല. കഥയിലാകുമ്പോൾ ചോദ്യമില്ല. അപ്പം അങ്ങനെ ഓർത്തു, ഞാൻ ഒരു മണ്ടത്തരമാണ് കാണിച്ചത്. എല്ലാ വിരക്തി വന്ന് അതിലേക്ക് ലയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിൽ വെറും ഭൗതികമായ ചീട് കേസിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഒരു മാന് വെള്ളത്തിൽ കിടക്കുമ്പോൾ സങ്കടം തോന്നുക എന്നെല്ലാം പറയുന്ന മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കി ആ ജന്മത്തിലെ ഒരു ഏകാന്തമായ സ്ഥലത്ത് ഋഷികളെല്ലാം താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഒറ്റക്ക് വല്ല പുല്ലുമെല്ലാം കടിച്ച് മനുഷ്യർ ചെയ്യുന്ന ആ സന്യാസിയാവുമ്പോൾ ചെയ്യേണ്ട അതേ രീതിയിൽ വല്ല ഉണക്കപ്പുല്ലെല്ലാം തിന്ന് കണ്ടത് തിന്നിട്ട് അങ്ങനെ മരിച്ചപ്പോൾ പിന്നെ ജനിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് പോയതുകൊണ്ട്. പക്ഷേ പൂച്ചയായാലും പട്ടിയായാലും അതിൽ ജനിച്ചാലൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല എന്ന് വേറെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യജന്മത്തിലൂടെ മാത്രമേ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. മൃഗമായിട്ട് ജനിച്ചാലൊന്നും അത് പറ്റില്ല, അതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ ആദ്യം മനുഷ്യരായിട്ട് തന്നെ ജനിച്ചിട്ട് വേണം ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോകാൻ. അപ്പോൾ ഇതിൽ പിന്നെ അദ്ദേഹം ജനിച്ചത് എങ്ങനെയാണെന്ന് പറയുകയാണ്. ഒന്നിലെ ശ്രീ സുഗൻ പറയുകയാണ്, അംഗീരസ ഗോത്രത്തിൽ ശ്രേഷ്ഠനും ശമം, ദമം, തപസ്, സഹനശീലം, വിനയം, കർമ്മപരിചയം, അസൂയയില്ലായ്മ, ആധ്യാത്മികതയിൽ കുറച്ച ധാർമ്മികത എന്നീ ഗുണങ്ങളോടുകൂടി ഒരു ബ്രാഹ്മണൻ്റെ ഫുള്ളി ഒരു ആത്മീയ ജീവിതത്തിനോട് അടുപ്പിച്ചു ജീവിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ, കാരണം ഇദ്ദേഹം ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു വ്യക്തിയുടെ, ബ്രാഹ്മണൻ്റെ തന്നെ പോലെയുള്ള ഗുണങ്ങളോടുകൂടിയ പുത്രന്മാർ ജനിച്ചു ഒരു ഭാര്യയിൽ. അങ്ങനെ എത്ര പുത്രന്മാർ ജനിച്ചു? 9 പുത്രന്മാരും. അയാൾക്ക് ആ ബ്രാഹ്മണന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയിൽ ഒരു പുത്രനും പുത്രിയും ജനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ഭാര്യയിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ തന്നെ
കുറേ പുത്രന്മാരും അതിൻ്റെ താഴെ വേറൊരു ഭാര്യയിൽ ആ ബ്രാഹ്മണന് ഒരു പുത്രനും പുത്രിയും ജനിച്ചു. ആ പുത്രനാണ് ഭരതൻ. ആ പുരുഷനാകട്ടെ രണ്ടിൽ പറയുകയാണ്, മൃഗദേഹത്തെ ഉപേക്ഷിച്ച്, അതായത് കഴിഞ്ഞ ജന്മത്തിൽ മാനായിട്ടാണ് ബ്രഹ്മതത്വം നേടി ജനിച്ച ഭരതനാണ്. അങ്ങനെ ജനിച്ചതാണ് ഭരതൻ. ഇതിൻ്റെ 3 പറയുകയാണ്, ഈ ജന്മത്തിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ പൂർവജന്മ ഓർമ്മ ഉള്ളതായതിനാൽ, ഇപ്പം ഈ ജന്മത്തിൽ എന്തുണ്ട്, അദ്ദേഹത്തിന് പൂർവജന്മത്തെ പറ്റിയുള്ള ഓർമ്മയെല്ലാം ഉണ്ട്. കാരണം അങ്ങനത്തെ പ്രവൃത്തിയായതുകൊണ്ട്, ഭഗവാനെ ചിന്തിച്ചതുകൊണ്ട്. ആ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഇനിയൊരു ആത്മീയ കാര്യത്തിൽ വിഘ്നം വന്നേക്കാതിരിക്കാൻ വേണ്ടി ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് കഴിഞ്ഞാലും ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് പറ്റിയ മണ്ടത്തരെല്ലാം അങ്ങേക്ക് മനസ്സിലായി. ഇന്നത്തെ മണ്ടത്തരെല്ലാം പറ്റാം ഇനിയും. അതുകൊണ്ട് അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, വിഘ്നം വന്നേക്കാതിരിക്കാൻ ഏത് നിലയിലേക്ക് തന്നെ പോയി? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകേണ്ട വഴി ഏതാണ്? ഭ്രാന്തൻ, മൂഢൻ, കുരുടൻ, ഒന്നും കാണാത്തവൻ, ചെവിടൻ എന്നീ നിലയിൽ മുന്നോട്ട് പോയി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ, അതായത് അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരെല്ലാം ഭ്രാന്തന്മാരെ പോലെയാണ് പോവുക. കുളിക്കില്ല, മുടിയെല്ലാം ഒരു മാതിരി ഇട്ട് എല്ലാം ഉടുതുണി, അതിനെപ്പറ്റിയെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് ആത്മീയതയിലേക്കുള്ള വഴി. വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ വേറെ വല്ല വസ്ത്രമെല്ലാം കൊടുത്ത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രം ഇട്ടോണ്ടൊന്നും ഒരു കാര്യമില്ല. ആത്മീയതയിലേക്കോ ഈ ലോകം ത്യജിക്കണം. അത് എടുത്തെടുത്ത് ഇവിടെ പറയുകയാണ്. ശ്രീഹരി തന്നെയാണ് പറയുന്നത്. ജനിച്ചുകൊണ്ട് സ്വയം അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ. എന്നാൽ 4 ബ്രാഹ്മണനാകട്ടെ, പക്ഷേ ബ്രാഹ്മണന് ആ ചടങ്ങുകളും ആ കാലഘട്ടത്തിന് നമുക്കറിയാലോ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമുള്ള ആൾക്കാരുടെ ചടങ്ങുകൾ എന്താണ്? കുട്ടികളാകുമ്പോൾ ജനിക്കുമ്പോൾ തുടങ്ങിയിട്ട് കുറേ ചടങ്ങുകളുണ്ട്. ഇതാണ് ആത്മീയത എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തല്ലോ നൂലികെട്ട്, മറ്റേ അത് പുംസവനം, മറ്റേതും പഠിപ്പിക്കുക, അത് വേദങ്ങൾ പഠിപ്പിക്കുക, ഇതെല്ലാം പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന ആത്മീയവാദികൾ. ആ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഈ ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണനാകട്ടെ പുത്രസ്നേഹത്താൽ അവനെ ഉപനയനെല്ലാം കഴിപ്പിച്ചു. പിന്നെ ഉപനയനം വരെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു. പിന്നെ ശൗചം, ആചമനം മുതലാവയെല്ലാം അവനിഷ്ടമില്ലെങ്കിൽ കൂടി, പക്ഷെ അവനിതിലൊന്നും താല്പര്യമില്ല. അവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവര് എന്തു പോവുകയാണ്? സന്യാസിയായിട്ട് എല്ലാം ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് പോകുന്നവര് പോകുന്നതാണ് സന്യാസം. അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ആത്മീയതയല്ല. അത് വേറെ എന്തെല്ലോ ആചാരങ്ങളാണ്. അപ്പോൾ അവനെ കൊണ്ട് അച്ഛൻ ജയിപ്പിക്കുന്നതാണല്ലോ. അച്ഛൻ ജയിപ്പിക്കും മുമ്പ് തന്നെ എല്ലാം ജയിക്കും, അതിന് നിന്ന് കൊടുക്കും. എന്നിട്ട് സൗജ്യവും ആചമനം മുതലാവുകയും അവന് ഇഷ്ടമില്ലെങ്കിലും കൂടി മനസ്സിരുത്തി പരിശീലിപ്പിച്ചു, നിർബന്ധിച്ച് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരിശീലിപ്പിച്ചു. അവനത് അംഗീകരിക്കുകയും ചെയ്തു. കാരണം അച്ഛനെ അനുസരിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് അവനതെല്ലാം ചെയ്തു. അവൻ 5 പറയാണ്, അദ്ദേഹം പിതാവിൻ്റെ സന്നിധിയിൽ അബദ്ധമയമായി ഏതോ വിധം നടത്തി വന്നു. ചെയ്യുന്നതിൽ അബദ്ധമാണ് ചെയ്യുന്നത്. ഈ ചടങ്ങുകളൊന്നും അവനിഷ്ടമില്ല. നാട്യം ചെയ്യിപ്പിക്കുന്നതായതുകൊണ്ട് ഏതോ തരത്തിൽ അങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്തു. വേദമന്ത്രങ്ങളാകട്ടെ വേദനം പഠിപ്പിക്കാൻ നോക്കി അവന്. കാരണം സന്യാസത്തിലേക്ക് പോകുന്നവന് വേദങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയണം. അവന് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്. അത് ഭൗതിക ലോകത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. വേദം ഒരു സയൻസ് പുസ്തകമാണ്.
അതിൽ ആത്മീയം കുറച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാത്തിലും വിരക്തി വന്നു പോവുക, വേദങ്ങളിൽ അടക്കം വിരക്തി വന്നു പോവുക. അവനെ കൊണ്ട് വേദം പഠിപ്പിക്കുകയാണ്. 3 പാദങ്ങൾ മാർഗമുള്ള ഗായത്രി മന്ത്രത്തെ എന്ത് ചെയ്തു? ഗ്രീഷ്മം, ശരത്ത് മുതലായ 4 മാസങ്ങൾ ഇരുത്തി പഠിപ്പിച്ചു. അവനത് പൂർണ്ണ നിലയിൽ ആഗ്രഹിക്കുവാനായില്ല. അവനെ 4 മാസത്തോളം വേദം പഠിപ്പിച്ച് ഗായത്രി മന്ത്രം തന്നെയാണ് പഠിപ്പിച്ചത്. സവിത്രി ഗായത്രി മന്ത്രം. അതുപോലും അവന് കാര്യമൊന്നും മനസ്സിലാക്കാം. കാരണം അതിലെല്ലാം ഉള്ളത് ഭൗതിക കാര്യങ്ങളാണ്, ആത്മീയ കാര്യങ്ങളല്ല. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്യുവർ സയൻസ് ആണ്. അതെല്ലാം നമ്മൾ എന്തോ ആത്മീയം എന്നെല്ലാം ധരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും ആത്മീയമൊന്നും അല്ല. അതുകൊണ്ട് അവനതൊന്നും പൂർണ്ണമായി ഗ്രഹിക്കാൻ അവനതിലൊന്നും താല്പര്യമില്ല. നമ്മൾ ഇന്ന് ആത്മീയമായിട്ട് എന്തല്ലോ കാട്ടിക്കൂട്ടുന്നതൊന്നും അല്ല ആത്മീയം. അത് ആ ശ്രീഹരി തന്നെ ജനിച്ചിട്ട് കാണിച്ചു തരികയാണ്. ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം എന്തോ ആണ്. അതിലൊന്നും ആ വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യം. വേദങ്ങളൊന്നും ഇതുമായിട്ട് ആത്മീയമായിട്ട് ഒരു ബന്ധമില്ല. വേദങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ്. പ്രപഞ്ച സൃഷ്ടി മുതലുള്ള രഹസ്യങ്ങൾ, റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളടക്കമാണ് വേദത്തിലുള്ളത്. അത് നമുക്ക് ഭൗതിക ലോകത്തിലുള്ളവർക്ക് ജീവിക്കാനുള്ള. അതിൽ ആത്മീയത്തെ പറ്റി നമുക്ക് എല്ലാം അറിയണമല്ലോ. പരാസയൻസും അപരാസയൻസും അറിയണം. ഇതിനകത്ത് ആത്മീയതയും പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം എന്നൊന്നുമില്ല, അതിൻ്റെ രൂപഭാവമില്ല, അതാണ് ഇതായിട്ട് മാറിയത്, ഇങ്ങനെയെല്ലാണ് നമ്മളിലൂടെ ഞാനെന്ന ചിന്ത ഉണ്ടാക്കി എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു തരുന്നുണ്ട്. അത് ശുദ്ധമായ സയൻസാണ്, പ്രപഞ്ചം ഉണ്ടായ നിയമമാണ്. അതിലൊന്നും ആത്മീയമില്ല. ആത്മീയം എന്ന് പറയുന്നത് ഇത്രയാണ്: ഈ മായാലോകത്തെ നമ്മൾ വെറുത്തിട്ട് വിരക്തി വന്നിട്ട് വിട്ടെറിഞ്ഞിട്ട് പോകണം. കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പോകണം. അതാണ്. അതിന് പിന്നെ വേദങ്ങളും ആവശ്യമില്ല. വേദങ്ങൾ മൂന്നൂലെല്ലാം പൊട്ടിച്ച് കളയാനാണ് പറയുന്നത്. ഉപനിഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് ഇതൊന്നും പഠിക്കാൻ താല്പര്യമില്ല. അവന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാകില്ല. പിന്നെ അച്ഛൻ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ പഠിക്കണമല്ലോ, അത് നമുക്കറിയാലോ. ഇഷ്ടമില്ലാതെ പിള്ളേരെ പഠിച്ചിട്ട് ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴുള്ള സ്ഥിതി അവനത് കാട്ടിക്കൂട്ടി. അച്ഛൻ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റും. അവൻ്റെ തലയിലാണെങ്കിൽ ഏതുമില്ല. പിന്നെ അവൻ അവിടെ കിടന്നിട്ട് നട്ടം തിരിഞ്ഞതിൽ മാട്ടിക്കൂട്ടി. ആര്? ഈ ശ്രീഹരി ജനിച്ച ശ്രീഹരി ഭരതനായിട്ട് വന്നത്. ഇങ്ങനെ ആത്മസ്വരൂപനായ തൻ്റെ പുത്രനിൽ സ്നേഹവാത്സല്യം കൊള്ളുന്ന പിതാവ് ബ്രഹ്മചാരിക്ക് വേണ്ടുന്ന ഇത്തരം വിദ്യകൾ അവന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ടുകൂടി ബ്രഹ്മചാരികൾക്ക് ചേരുന്ന വിദ്യകൾ, ബ്രഹ്മചാരികൾ എന്ന് പറയുന്നവര് വേദത്തെ പഠിക്കുക എന്ന സമയമാണ്. ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചെറുതിൽ പഠിക്കണം. ആദ്യഘട്ടത്തിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പ്രപഞ്ച നിയമങ്ങളെല്ലാം പഠിക്കണം, സയൻസ് പഠിക്കണം. അതിനാണ് അതൊന്നും ആത്മീയമല്ല. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലഘട്ടമാണ്. എല്ലാം എന്താ പഠിക്കേണ്ടത്? ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ പഠിക്കണം. എവിടെ നിന്ന് തൊട്ട് പഠിക്കണം? ബ്രഹ്മം തൊട്ട് പഠിക്കണം. ബ്രഹ്മം തൊട്ട് പഠിക്കുമ്പോൾ ആ പഠിക്കുന്നതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെപ്പറ്റി പഠിക്കുക, അല്ലാതെ സന്യാസിക്കാൻ പോകലല്ല. അതിന് സന്യാസമായിട്ട് ആത്മീയമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാ പരസയൻസും അപരസയൻസും എല്ലാം പഠിക്കുന്നതിനാണ് കുട്ടികളെ എല്ലാ സായിപ്പന്മാരും സ്കൂളിൽ പോയി കുട്ടികളെ വിട്ടിട്ട് പഠിപ്പിക്കും. അത് ബ്രഹ്മചര്യം തന്നെയാണ്. അവരും പഠിക്കാൻ നോക്കുന്നത് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടാകുന്നത് അത് ശാസ്ത്രലോകം കണ്ടെത്താനുകൊണ്ട് അവർ ഇലക്ട്രോണും പ്രോട്ടോണും തൊട്ട് പഠിക്കുന്നു. അപ്പം അവന് ഈ വിദ്യ അവന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ സന്യാസത്തിന് പോകുന്നവന് ഇതൊന്നും പോകേണ്ട ആവശ്യമില്ല. ഉപേക്ഷിച്ച് പോകണം. ഒന്നും അവൻ അറിയണ്ട. ഈ ലോകത്ത് വിരക്തി വന്ന് എനിക്ക് ജ്ഞാനവും വേണ്ട, ബുദ്ധിയും വേണ്ട. അതാണ് ആത്മീയത. മനസ്സിലാക്കിയിട്ട് കൂടി അതെല്ലാം പഠിക്കേണ്ടതാണെന്ന തെറ്റായ ധാരണ വെച്ച്, അതെല്ലാം പഠിപ്പിക്കേണ്ടതാണ് എന്ന തെറ്റായ ധാരണ വെച്ച് അവനിങ്ങനെ കുത്തി പഠിപ്പിക്കാൻ നോക്കും. ബ്രഹ്മചര്യം, ചെറുതിൽ ഇങ്ങനെയെല്ലാം പോകണം, ഇതെല്ലാം വേദങ്ങൾ പഠിക്കണം, ഇതെല്ലാം തെറ്റായ ധാരണയാണ്. ആത്മീയതക്ക് വേദങ്ങൾ പഠിക്കേണ്ട, വേദങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഭൗതികവാദികൾക്കാണ്. തെറ്റായ ധാരണ വെച്ച്
പുത്രനെ പഠിപ്പിച്ച് നോക്കിയിട്ടും അവനെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? തൻ്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മം, അതേ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ടാണ് മകനെ ബ്രഹ്മചര്യം എല്ലാം പഠിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കാൻ നോക്കി ആത്മീയത എല്ലാ ചടങ്ങുകളും നടത്തി. എന്നിട്ട് അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥാശ്രമ സമയം മുഴുവൻ വൃദ്ധ ചെലവാക്കിക്കൊണ്ട് അവസാന ജീവിതത്തിൽ നിന്ന് തന്നെ മുക്തി നേടി. അദ്ദേഹം പോയി, അദ്ദേഹം മരിച്ചു. മകനെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അദ്ദേഹം തന്നെ സമയം ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് സന്യസിക്കാൻ മരിച്ചു, ജീവിതം അവസാനിച്ചു. അനന്തരം ഇളയ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയിലുള്ള മോനാണല്ലോ ഇത്, പിന്നെ ഒരു സഹോദരിയുണ്ട്. അപ്പം അവളെന്ത് ചെയ്തു? ആദ്യ ഭാര്യയിൽ 9 മക്കളുണ്ടല്ലോ, ആ ഭാര്യയിൽ ഇവർ രണ്ടുപേരും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവളും ഭർത്താവിൻ്റെ വഴിയെ തന്നെ പോയി. അവളും ജീവിതം അവസാനിപ്പിച്ചു എന്ന നിലയിൽ തന്നെ പോയി. എന്നിട്ട് 8 അച്ഛൻ മരിച്ചപ്പോൾ ഭരതന്റെ പ്രഭാവം അറിഞ്ഞുകൂടാത്തവർ, അതായത് മൂത്തവരെല്ലാം നല്ല ബ്രാഹ്മണന്മാർ ബുദ്ധിമാന്മാരായിട്ട് ആ ആചാരങ്ങളെല്ലാം വെച്ച് അങ്ങനെ പോവുകയാണ്. ഇവനാണെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാതെ ഭ്രാന്തനെ പോലെ നടക്കുന്നതെന്നെല്ലാം പറയുന്ന ശൈലിയിൽ പോയപ്പോൾ ഭരതന്റെ പ്രഭാവം, അപ്പൊ ഇവനെ കണ്ടപ്പോൾ ഇവർക്കെല്ലാം തോന്നി ഇവൻ ശരിയാവുമൊന്നുമില്ല, ഇവനൊരു തലതിരിഞ്ഞവൻ. വൈദിക വിദ്യയിൽ മാത്രം ബുദ്ധിയുള്ള അവർ വൈദിക കാര്യങ്ങളിൽ ബുദ്ധിയുള്ളവരാണ്. എന്തെല്ലോ ചടങ്ങുകൾ നടത്തി നടക്കും, പൂജയും മറ്റേ അതും ഇതുമെല്ലാം നടക്കുന്നവരാണ് ബാക്കി 9 പേര്. അപ്പം നമ്മളെല്ലാം ഇന്ന് ആ 9 പേരിൽപ്പെട്ടവരാണ്. ഇതാണ് ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം വൈദിക വിദ്യയിൽ മാത്രം ബുദ്ധിയുള്ളവരാണ്, ആത്മീയതയിലുള്ളവരല്ല. ആത്മീയതയിലേക്ക് കാര്യങ്ങൾ പറയുന്നവരെ ഭ്രാന്തന്മാരായി കാണും. വൈദിക വിദ്യയിൽ മാത്രം ബുദ്ധിയുള്ളവരായി, ആത്മജ്ഞാനമില്ലാത്തവരായി. അവർക്ക് ആത്മജ്ഞാനമില്ല. ആത്മജ്ഞാനമുണ്ടെങ്കിൽ ഈ വേദങ്ങളൊന്നും പഠിക്കില്ല, ഈ ആചാരങ്ങളൊന്നും നടന്നു. ഒരാചാരവും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക, കുടുംബത്തെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക, വിരക്തി വന്ന് പോയിക്കൊള്ളുക. അവർ ആ ജ്യേഷ്ഠന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ ഇദ്ദേഹത്തെ മന്ദബുദ്ധിയായിട്ട് കരുതി. അപ്പോൾ നമുക്കറിയാലോ, ഒരുത്തന്റെ ജീവിതത്തിൽ വിരക്തി വന്നിട്ട് ഇതിലൊന്നും തലയിടാതെ പോകുന്നവരെ എന്താണ് നമ്മൾ വിളിക്കുക? അവൻ മന്ദബുദ്ധിയാണ്. യഥാർത്ഥത്തിൽ അവനാണ് ഏറ്റവും ആത്മീയ പരമബ്രഹ്മസൂത്രം മനസ്സിലാക്കുന്നവർ. ബാക്കിയുള്ളവരെല്ലാം എന്തെല്ലോ ആചാരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ വലിയവനാണ്, പണ്ഡിതനാണെന്ന് വെച്ച് നടക്കും. ആത്മീയം മനസ്സിലാക്കിയിട്ട് ആ വഴി ഉപദേശിക്കുന്നവനെ മന്ദബുദ്ധിയായിട്ട് കാണും. മന്ദബുദ്ധിയായി കരുതി അദ്ദേഹത്തെ അവഗണിക്കാൻ തീരുമാനിച്ചു. അവനെ അങ്ങ് കളഞ്ഞേക്കുക, അവരുടെ കാര്യത്തിലൊന്നും തലയിടണ്ട, കാരണം ഇവര് തലക്ക് ശരിയില്ല. എന്നിട്ടോ ഭരതനാകട്ടെ 9 ഇരുകാലി മൃഗങ്ങളായ സംസ്കാര്യ ശൂന്യന്മാർ. അപ്പൊ ഇവരെയെല്ലാം എന്തായിട്ടാണ് ചിത്രീകരിക്കുന്നത്? ഭരതനുള്ളിൽ എന്താണ് കാണുന്നത്? ഇവരെല്ലാം ഇരുകാലി മൃഗങ്ങളായ സംസാര ശൂന്യന്മാരാണ്. യഥാർത്ഥത്തിലെ ഭാഗവതത്തിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിലെ യഥാർത്ഥ ആത്മീയവാദി ഏതാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെയെല്ലാം പറ്റി തന്നെയാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. കഥ രൂപത്തിലാണ് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം മർമ്മത്തിൽ കൊള്ളുന്ന കാര്യങ്ങളാണ്. ഭരതനാകട്ടെ ഇരുകാലി മൃഗങ്ങളായ സംസാര ശൂന്യന്മാർ ഭ്രാന്ത, ബോഷ, മഠേ എന്നെല്ലാം വിളിച്ചപ്പോഴും അതിനനുസരിച്ച് ഓരോന്ന് പറഞ്ഞങ്ങ് അതിനകത്ത് വിട്ടു. അവനെ ഭ്രാന്ത, മറ്റേന്നെല്ലാം വിളിക്കാൻ തുടങ്ങി. ഓ ശരി, ആരെയാണ് വിളിക്കുന്നത്? ശ്രീഹരിയാണ് ഭരതനായിട്ട് ഇങ്ങനെ വന്നിട്ട് ഭ്രാന്തനെ പോലെ നടക്കുന്നത്. അല്ല, എന്തൊക്കെ ഒന്ന് മറുപടി കളി.
അവരുടെ ഇഷ്ടാനുസരണം അവരാൽ ചെയ്യപ്പെട്ടത് ചെയ്തുകൊണ്ട് അവരെന്തെങ്കിലും നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കും. പോയിട്ട് അത് വാങ്ങിക്കൊണ്ട് പോയി ഇത് വാങ്ങിക്കടി ഇവനെ ഒരുമാതിരി ഒന്നിനും കൊള്ളാത്തവനാക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവന് അവരെയും ചെയ്തു കൊടുക്കുക. അവൻ അത്രേ ഉള്ളൂ. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടന്മാർക്കില്ല. എന്നിട്ടോ കൂലിയില്ലാ വേലയായി അവനോട് പോയി അത് പോയി വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞാൽ അവൻ കൂലിയില്ലാതെ വേലയായി അതിന് കൂലി കൊടുക്കില്ല. കൂലിയില്ലാ വേലയായോ ചിലപ്പം വല്ല കൂലിയുള്ള വേലയായിട്ട് ചെയ്യും. യാചിക്കാൻ നടക്കും ചിലപ്പോൾ. അത് ഉപനിഷത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വിശക്കുമ്പോൾ ആരോടെങ്കിലും പോയി കൈ നീട്ടണം, കിട്ടുന്നത് വാങ്ങി കഴിക്കണം. അത്ര മാത്രം. വിശക്കുമ്പോൾ ആദ്യം വിശപ്പുണ്ടാവും, പിന്നെ വിശപ്പും ഉണ്ടാവും. ശരീരം നമ്മൾ കളയുകയാണ്. കണ്ണു മൂക്കെല്ലാം നശിക്കും അവസാനത്തുമ്പോൾ. പിന്നെ ഒന്നും കാണില്ല. പിന്നെ ആകെ ബ്രഹ്മത്തെ പറ്റിയുള്ളൊരു ചിന്തയുണ്ടാവും. യാചനയാലോ യാദൃച്ഛ്യാൽ യോഗത്താലോ, അതായത് ഓരോക്കോരോ യോഗമുണ്ടല്ലോ, അതിനനുസരിച്ച് ചിലപ്പോൾ ചിലതെല്ലാം ചെയ്യേണ്ടി വരും. കയ്യിൽ കിട്ടിയതിൽ കുറഞ്ഞ വല്ലതും കൈമേൽ കിട്ടിയാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് കുറഞ്ഞതായാലും നിറഞ്ഞതായാലും, കൈ നിറച്ചുമായാലും വേണ്ടിയില്ല, കുറഞ്ഞതായാലും വേണ്ടിയില്ല, രുചിയുള്ളതായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല, രുചിയുള്ള ഭക്ഷണമായാലും വേണ്ടിയില്ല, എല്ലാം വല്ലവരും കളയാൻ വേണ്ടിയുള്ളത് എടുത്തു കൊടുത്തതായാലും വേണ്ടിയില്ല, അത് രസനേന്ദ്രിയത്തെ രുചിക്ക് വേണ്ടി ആയിരുന്നില്ല. അവനെന്ത് ചെയ്തു? പിന്നെ ഇല്ലെങ്കിലും ഇപ്പൊ പാത്രത്തിന്റെ അടിയിലെല്ലാം കരിഞ്ഞ വല്ലതും ആയാലും, പാത്രത്തിൽ അടി കരിഞ്ഞ വല്ലതും കൊടുക്കും, അതായാലും അവനെന്ത് ചെയ്തു? അവൻ അത് ഭക്ഷണമായിട്ട് ആർത്തിയോടുകൂടി കഴിക്കും. അത് രസനേന്ദ്രിയ രുചിക്ക് വേണ്ടി ആയിരുന്നില്ല, വായ്ക്ക് രുചിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ആരും കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തിന്നും. കാരണം സ്വന്തം ആത്മസ്വരൂപത്തിൽ വിലയിച്ചിരിക്കുന്നവൻ അവൻ്റെ ആത്മാവിൽ ആ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ശ്രീഹരിയിൽ മാത്രം ചിന്ത അർപ്പിച്ചതായതുകൊണ്ട് സുഖദുഃഖങ്ങളിൽ ദേഹാതിഭിമാനം വിട്ടിരുന്നു. സുഖദുഃഖങ്ങളൊന്നും അവന് ബാധകമല്ല. കാരണം അവൻ ദേഹം എന്ന അഭിമാനം, ഞാൻ ഈ ശരീരമാണ് എന്ന അഭിമാനം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു. ഇനി 10 തണുപ്പിലും ചൂടിലും, തണുപ്പായാലും വേണ്ടിയില്ല, ചൂടായാലും വേണ്ടിയില്ല, കാറ്റത്തും മഴയത്തും, കാറ്റുണ്ടായാലും വേണ്ടിയില്ല, മഴയുണ്ടായാലും വേണ്ടിയില്ല, കാളയെപ്പോലെ തടിച്ചു എന്ന ശരീരവുമായി കാളയെപ്പോലെ ഉള്ള ശരീരം പോലെ തറയിൽ കിടക്കും. എവിടെയെന്ന് പോയി തറയിൽ കിടക്കും. കുളിയില്ലാത്തതിനാൽ ശരീരത്തിൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കും. കുളിക്കുന്നൊന്നുമില്ല, അപ്പം ശരീരം മുഴുവൻ പൊടി നിറഞ്ഞ് തറയിൽ കിടന്നു കഴിഞ്ഞാൽ പൊടിയായിരിക്കും. ഏതുപോലെ? തേച്ചു മിനുക്കാത്ത മഹാരത്നം പോലെ. ഒരു നല്ല രക്തമുണ്ട്, ഇവിടെ തേച്ച് മിനുക്കിയിട്ടൊന്നുമില്ല, ആകെ ഒരുമാതിരി ആയി കിടക്കുകയാണ്. പക്ഷെ അതിൻ്റെ അകത്തെ രക്തം ശോഭിക്കുന്നത് പോലെ ബ്രഹ്മതേജസ്സോടുകൂടി. അപ്പം അവൻ്റെ ശരീരം മുഴുവൻ കൂടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബ്രഹ്മതേജസ്സോടുകൂടി വൃത്തികെട്ട വസ്ത്രത്താൽ അരമറച്ചവനായും, വൃത്തികെട്ട വസ്ത്രം എന്തെങ്കിലും കീറ തുണി എടുത്തിട്ട് അരഭാഗം മാത്രം, ആ സാധനം മാത്രം അങ്ങ് മറക്കും. പിന്നെയോ മറച്ച ആ മഹാൻ എന്നാണ് പറയുന്നത്. ചെടി പൊളിച്ച പൂനൂലുണ്ടായിരുന്നു, ബ്രാഹ്മണനാണല്ലോ. അതിനെ മുഴുവൻ ചെടി പിടിച്ചിട്ട് അതാണ് ആകെയുള്ള വസ്ത്രം. ചെടി പിടിച്ച പൂനൂലാണ് ബാക്കിയുള്ള ശരീരത്തിലെ വസ്ത്രം. അപ്പൊ അര മാത്രം എന്തെല്ലോ വഴിക്ക് കിട്ടിയ വസ്ത്രങ്ങൾ എടുത്ത് ചുറ്റിയിട്ടുണ്ട്. ആ വസ്ത്രം ധരിച്ച് ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ഒരു പീറയായിക്കൊണ്ട്, ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ഒരു പയ്യൻ എന്ന നിലയിൽ അറിയപ്പെടാത്ത ജനങ്ങളാൽ അപമാനിതനായി, അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരെല്ലാം അവനെ അപമാനിക്കും. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു ചെറുക്കൻ, കുളിക്കുകയില്ല, ഒന്നുമില്ല, ഒന്നും പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ്
സന്യാസത്തിലേക്കുള്ള വഴി. അപമാനിതനായി അങ്ങനെ സഞ്ചരിച്ചു. എപ്പോൾ ഭക്ഷണത്തിനായി അന്യന്റെ പാടത്ത് പണി ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഭക്ഷണം കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെറിയ പണി ചെയ്യുവാൻ ചിന്തിക്കുമ്പോൾ, വിശക്കുന്നല്ലോ, എവിടെയും പോയാൽ ജോലി ചെയ്താലേ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ വിശക്കുമല്ല. ആദ്യം തന്നെ വിശക്കും, കുറെ കാലം കഴിയുമ്പോഴാണ് വിശക്കൽ ഇല്ലാതാകുന്നത്. അപ്പോൾ എന്തോ ജോലി ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ, അപ്പോൾ തൻ്റെ സഹോദരന്മാരുടെ പാടത്ത് പോലും പണി ചെയ്യും. അവൻ പോയിട്ട് സഹോദരന്മാരുടെ പാടത്തും പോയി പണി ചെയ്യും. അല്ലാതെ സഹോദരന്മാരായാലും ഒന്നുമില്ല, അവനാരോഗ്യമല്ല, എല്ലാവരും ഒരുപോലെ തന്നെ. സഹോദരനൊന്നോ മറ്റുള്ളതോ ഒന്നുമില്ല. സഹോദരന്റെ പാടത്തിൽ അവൻ പോയി ജോലി ചെയ്യും. എന്നിട്ടോ എന്നാൽ കൃഷിപ്പണിയെ പറ്റിയൊന്നും അവനറിയില്ല. കാരണം അതിനൊന്നും അതിന് താല്പര്യമില്ല. നിരന്ന സ്ഥലം, ഉയർന്ന സ്ഥലം, അല്ലെങ്കിൽ പശിമയുള്ള മണ്ണ്, കൃഷിപ്പണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ വർക്കിനെ പറ്റിയൊന്നും ഒരു ബോധമില്ല, ഒന്നും അറിഞ്ഞിരുന്നില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ പുല്ല് പൊരിക്കുന്നതായിരിക്കും പറയുന്നത്, അപ്പോൾ പുല്ല് പൊരിക്കുകയായിരിക്കും. അല്ലാതെ മണ്ണിനെ പറ്റിയ, ഭൂമിയുടെ കൃഷി, വളമിടേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവനൊന്നും അറിയില്ല. പിന്നെ എന്താ കിട്ടുക? കൂലിയായിട്ട് നറുനരിയോ പിണ്ണാക്കോ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. ഈ ജോലിയൊന്നും ചെയ്യാതെ ഒന്നും അറിഞ്ഞുകൂടാത്തവന് ചിലപ്പോൾ നറുനരിയോ പിണ്ണാക്കോ തൊണ്ട് തൊലിയോ പുഴുവരിച്ച ഉഴുന്നോ പാത്രത്തിനടിയിൽ പിടിച്ച കരിഞ്ഞ ഭക്ഷണമോ, പാത്രത്തിലെപ്പോഴും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചുരണ്ടിയിട്ട് ഇവന് കൊടുക്കും. എന്ത് കിട്ടിയാലും അമൃത് പോലെ തിന്നു തീർക്കുമായിരുന്നു. എന്ത് കിട്ടിയാലും വിശപ്പ് തീർക്കാനല്ലേ, അതങ്ങ് അമൃത് പോലെ കഴിക്കും. 12. അങ്ങനെയിരിക്കും ഒരിക്കൽ ഒരു കൊള്ളത്തലവനായ ഒരു ശൂദ്ര സാമന്ത പ്രഭു. അപ്പം കൊള്ളക്കാരനായ ഒരു ശൂദ്ര സാമന്ത പ്രഭു തനിക്ക് സന്തതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളിക്ക് ഒരു നരബലി നടത്തുവാൻ നിശ്ചയിച്ചു. ആ നാട്ടിലെ ഒരു ശൂദ്ര സാമന്ത പ്രഭു, പ്രഭു തന്നെയാണ്. അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു നരബലി നടത്തിക്കളയാൻ പറ്റും. അപ്പം ശൂദ്ര സാമന്ത പ്രഭു എന്നെല്ലാം പറയുമ്പോൾ അവൻ ശൂദ്ര സ്വഭാവമുള്ളത് കൊണ്ടാണ്, ആ സ്വഭാവമുള്ളത് കൊണ്ടാണ് അവനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ കർമ്മത്തിലൂടെയാണ് ബ്രാഹ്മണനാണോ ശൂദ്രനാണോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത്. ഇവൻ പ്രഭുവായിട്ട് ഇരിക്കുകയാണ്. അവന് കുറേ ശിൽപിടികളുണ്ട്, കള്ളന്മാരുമല്ലായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എന്നിട്ടോ അവൻ 13 അങ്ങനെ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാര്, അപ്പം ബലി കൊടുക്കാൻ ഒരു ബലിമൃഗം ഉണ്ടായിരുന്നല്ലോ. ആ ബലിമൃഗം തന്നെ ഒരു മനുഷ്യൻ തന്നെ, അതിനെയാണ് ബലിമൃഗം എന്ന് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ കൃപയാൽ, ഈശ്വരൻ്റെ കൃപയാൽ അവനെങ്കിലും രക്ഷപ്പെട്ടു, ആ ബലിമൃഗം. അപ്പം കിങ്കരന്മാര് ചോരന്മാരാണ്, കള്ളന്മാരാണ്, എല്ലാം കള്ളന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്ത് ചെയ്തു? അവനെ തിരക്കി ചെന്നു. കിങ്കരന്മാർ രാത്രി മുഴുവൻ തിരക്കിട്ടും അവൻ്റെ കൊടുപോലും കണ്ടുകിട്ടാൻ കഴിയാതെ നടക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് ഒരാൾ മാന്, പന്നി, പുല്ലുകളുടെ അടക്കൽ മാന്, പന്നി മുതലായവയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അംഗീരസ ഗോത്രനായ ബ്രാഹ്മണപുത്രനെ കണ്ടെത്തി. അതായത് ഇവനെ കണ്ടെത്തി. അപ്പം പന്നികളെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. 14 തുടർന്ന് അവർ ഇവനെ നല്ല ലക്ഷണമൊത്തവനായി കണ്ട്, ഇവനെ നല്ല ലക്ഷണമൊത്ത ഒരു ബലിമൃഗമായിട്ട് അവർക്ക് മനസ്സിലായി. ആ ശരി, ഇത് തന്നെ പറ്റിയ. എന്നിട്ട് കണ്ട് കയറ് കൊണ്ട് കെട്ടിവരിഞ്ഞ് കാളി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവനെ നേരെ ക്ഷേത്രത്തിൽ കൊണ്ട് ബലി കൊടുക്കാൻ വേണ്ടി. വേറെ കിട്ടിയില്ലല്ലോ, ഇവനെ കിട്ടി. കൊള്ളാം. ആരെയാണ്? ശ്രീഹരിയുടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നത്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ട, ആത്മീയതയിലേക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരെ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ ഈ സമൂഹത്തിൽ നടക്കുന്ന ചിലവരുണ്ടാവും. ഭക്ഷണം പോലും നമ്മളോട് കൈവിട്ടൊന്നുമില്ല. അത് നീ വേണ്ട, അങ്ങനെ ഭ്രാന്തന്മാരെ പോലെ നടക്കും. ഇതാണ് സന്യാസത്തിലൂടെയുള്ള
ബ്രഹ്മസാക്ഷാത്കാരം ആര് പറയുന്നത്? ഉപനിഷത്ത് പറയുന്നത്. അത് തന്നെയാണ് ഭഗവത്ഗീതയുടെ ശ്രീ ഹരി തന്നെ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വ്യക്തി എന്ന ജീവിത കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവനവനെ ആചാരപ്രകാരം കുളിപ്പിച്ച് കോടി വസ്ത്രം ഉടുപ്പിച്ച് ആഭരണങ്ങൾ, കൊടിക്കൂറകൾ, മാല ഇവയെല്ലാം മൂലാവ അലങ്കരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ എന്ത് ചെയ്തു? ധൂപം, ദീപം, മാല, മലർ, തള്, ഈ പൂജാദ്രവ്യങ്ങളെല്ലാം വേണമല്ലോ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട്. പഴം, ഇവയൊക്കെ സാമഗ്രികളും, പാട്ട്, തോരണം, വർദ്ധനം, തബല എന്നീ ശബ്ദഘോഷങ്ങളോടുകൂടി ഭദ്രകാളിയുടെ മുമ്പിൽ ഇവനെ പിടിച്ചിരുത്തി. ഈ ശ്രീഹരിയെ സന്യാസിയായ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവന്റെ യഥാർത്ഥ ലക്ഷണം അതാണ്. സന്യാസിയാകുന്നവർ ഇങ്ങനെയാണ് വേണ്ടത്. അവരെ പിടിച്ചിട്ട് ഭദ്രകാളിയുടെ മുമ്പിൽ പിടിച്ചിരുത്തി അവൻ്റെ തല കൊയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പരാറ്. അങ്ങനെ ആ ശൂദ്ര നായകന്റെ പുരോഹിതൻ ഭദ്രകാളിക്ക് ബലി നൽകുവാനായി മൂർച്ചയുള്ള വാൾ കയ്യിലെടുത്തു. ഇവനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി. 17 ഈ വിധം രജോ ഗുണം ചേർന്ന രജോ ഗുണവും തമോ ഗുണവും ചേർന്നവരാണ് ഈ കക്ഷികൾ. ധനമതമാവുന്ന രാജോ ബാധയ, ധനത്തില് മോഹിച്ച ഇത്തരം വ്യക്തികള് രാജോപാധയ, ഇവൻ രാജാവിനെ പോലെയുള്ള അവസ്ഥയിലാണുള്ളത്. ആര്? പ്രഭുവാണല്ലോ. അവരുടെ ധനം മോഹിച്ച് ധർമ്മമര്യാദ വിട്ടവനായി. ഇവർക്കൊന്നും ധർമ്മവും ഇല്ല. എന്നിട്ടോ ഈശ്വര കലയുള്ള ബ്രാഹ്മണരുടെ വംശത്തെ നിസ്സാരമായി തള്ളി ഈശ്വര കലയുള്ള ബ്രാഹ്മണർ ആരായിരിക്കും? ബ്രഹ്മത്തെ ഈ നിലയിൽ മനസ്സിലാക്കും. അതിന് രൂപവും ഭാവവും ഇല്ല, ഒരു ഗുണവും ഇല്ല. അതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാമായി മാറിയത്. പ്രപഞ്ചത്തിലുള്ള പട്ടിയും പൂച്ചയും എല്ലാം ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മം തന്നെയാണ് ആ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ഇവനെ ഭ്രാന്തനായിട്ട് കാണില്ല. ഇവനെ ഏറ്റവും നല്ല സന്യാസിയായിട്ട് കാണും. ഇവരെ അവൻ ഈശ്വര ബ്രാഹ്മണരുടെ വംശത്തിൽ നിസ്സാരമാക്കി. ഇതാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ആര്? ഈ ഭരതൻ. തള്ളി തന്നിഷ്ടം പോലെ ദുർമാർഗത്തിലൂടെ തുളച്ചു നടക്കുന്നവരായ തന്നിഷ്ടക്കാരാണ്. പണത്തിൽ മോഹിച്ച് തന്നിഷ്ടം പോലെ ദുർമാർഗത്തെ അവരവർക്ക് തോന്നുന്ന ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കി ദുർമാർഗത്തിലൂടെ ഹിംസ കൊണ്ട് കളിക്കുന്നവരായി. അവനെപ്പോഴും ഹിംസയിലാണ് താല്പര്യം. എന്നിട്ടോ ആ അധാർമിക ചോരന്മാരുടെ അതിഭീകരമായ കർമ്മത്തെ, അപ്പൊ ഭീകരമായ കർമ്മം ചെയ്യാൻ പോലെയാണ് ഇവിടെ ഭദ്രകാളിന്റെ മുമ്പിൽ വെച്ചിട്ട് ബ്രഹ്മസ്വരൂപമായി ഭവിച്ചവനും. ആരെയാണ് ചെയ്യാൻ പോകുന്നത്? കളയാൻ പോകുന്നത് ബ്രഹ്മസ്വരൂപമായി ഭവിച്ചവൻ. അപ്പം ബ്രഹ്മമായിട്ട് മാറാൻ പോവുക. ബ്രഹ്മർഷി ഗോത്രവംശജനും ആരോടും വിദ്വേഷമില്ല. ഇവനോട് ആരോടും വിദ്വേഷമൊന്നുമില്ല. സകല ചരാചരങ്ങളോടും സുഹൃത്തുവായിട്ട് വർത്തി. ഇവനെല്ലാ ചരാചരങ്ങളും സുഹൃത്തുക്കളെ പോലെയാണ്. ഭഗവാന്റെ നേർക്ക് ആപത്ത് കാലത്ത് പോലും അനുവദിച്ചു കൊടുക്കപ്പെടാത്ത ഇത്തരം കർമ്മങ്ങൾ, ഭഗവാന്റെ നേരെ എന്താപത്തുണ്ടായ ആ കാലത്ത് പോലും ആചരിക്കാൻ പാടില്ലാത്ത ഇത്തരം ആചാരങ്ങൾ. എന്ത്? ബലി നൽകുക. ഒരാപത്ത് കാലത്തും ഇത്തരം ആചാരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തിൽ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ബലി നൽകുന്ന പ്രവൃത്തികൾ
ഭാഗവതം പറയുന്നത് ഇതെല്ലാം ഒരു കാലത്ത് ചെയ്യാൻ പാടില്ല എന്നതാണ്. ബലി നൽകുക, ഭദ്രകാളിക്ക് ബലി നൽകുക. ഇന്നും നമ്മൾ ആ ഒരു ചിന്താഗതി വെച്ചാണ് നടക്കുന്നത്. ബലി നൽകുക, ഭദ്രകാളിക്ക് കുരുതി കൊടുക്കുക. ഒരു കാലത്തും ആചരിക്കാൻ പാടില്ലാത്ത ഈ ആചാരങ്ങള്, ഇത്തരം കർമ്മം കൺമുമ്പിൽ കണ്ട്, ആര് കണ്ട്? ഭദ്രകാളിന്റെ മുമ്പിൽ വെച്ചാണ് ഇവർ ചെയ്യുന്നത്. അത് കണ്ട ഭദ്രകാളി, ശ്രീ മഹാഭദ്രകാളി തന്നെ സഹിച്ചുകൂടാതെ ആ ബ്രഹ്മ തേജസ്സിനാൽ ചുട്ടെരിഞ്ഞു തുടങ്ങിയ ശരീരത്തോടെ, ഈ മുമ്പിലിരിക്കുന്ന കക്ഷിന്റെ ബ്രഹ്മ തേജസ് ആ ഭദ്രകാളിയിൽ തനിക്ക് ബലി നൽകാൻ പോവുകയാണ്. ഈ ബ്രഹ്മ ചേതസ്സിൽ ആര് ശ്രീഹരിയായിട്ട് വരുന്ന ഈ ബ്രഹ്മ തേജസ്സിനെ. അതുകൊണ്ട് ഭദ്രകാളിയുടെ ശരീരം തന്നെ ആ പ്രതിമയിൽ നിന്ന് ചുട്ടെരിഞ്ഞു. എന്നിട്ടോ ചുട്ടെരിഞ്ഞു തുടങ്ങിയ ശരീരത്തോടെ ബിംബം പിളർന്ന് പുറത്തേക്കാണ്. ഈ കുരുതി കണ്ടപ്പോഴും ഈ ഭദ്രകാളി തന്നെ ബിംബം പൊട്ടിച്ചിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്, ചൂട് കണ്ട് സഹിക്കാൻ പറ്റാതെ. എന്നിട്ടോ 18 അതികഠിനമായ അമർഷത്തോടും, അപ്പം ഭദ്രകാളിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതികഠിനമായ അമർഷത്തോടും രോഷത്തോടും ഉയർത്തിപ്പിടിച്ച പുരികക്കുടിയെല്ലാം ഉയർത്തിയിട്ട് വളഞ്ഞ ദുഷ്ടങ്ങളോടും ചുവന്ന കണ്ണുകളോടും ഭീഷണമായ മുഖത്തോടും ഈ ലോകത്തെ സംഹരിക്കാനെന്ന പോലെ വർദ്ധിച്ച കോപത്താൽ അട്ടഹസിച്ചുകൊണ്ട് പീഠത്തിൽ നിന്നും എടുത്ത് പുറത്തേക്ക് ചാടിയിട്ട് ആ വാള് തന്നെ എടുത്തിട്ട് ആ അവരുടെ എല്ലാം തലയെ അറുത്തെടുത്തു. അവിടെ കിടന്നിരുന്ന എല്ലാറ്റിൻ്റെയും തലയെ ആ ഭദ്രകാളി തന്നെ ആ വാള് തന്നെ എടുത്തിട്ട് അറുത്തു. ആ കണ്ടത്തിൽ നിന്നും ഉയർന്ന ചുടുചോര. അപ്പോഴേ ഈ ദുഷ്ടന്മാരുടെ കഴുത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ചുടുചോര പരിവാര സമേതം അങ്ങ് കുടിച്ചു. ഇതെല്ലാം കഥയിൽ പറയുകയാണ്, അല്ലാതെ ഈ ഭദ്രകാളി വന്നതൊന്നുമല്ല. കഥയിലൂടെ നമുക്ക് ആശയം പ്രകടമാക്കി തരികയാണ്. പരിവാരത്തോടു കൂടി കുടിച്ചിട്ട് മത്തായിട്ട് ആ മത്തിനാൽ വിവശയായി തൻ്റെ പരിവാദത്തോടുകൂടി പാടുവാനും ആടുവാനും തുടങ്ങി. അത് നൃത്തം വെക്കാൻ തുടങ്ങിയ ചോര പിടിച്ചിട്ട് മത്ത് പിടിച്ചിട്ട് അവരുടെ ചോര പിടിച്ചപ്പോൾ ഇവർക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്. ആർക്ക്? ഭദ്രകാളിക്ക് പോയി. കാരണം അത്രയും മത്ത് പിടിപ്പിക്കുന്ന രക്തമാണ് അവരിലുള്ളത്. ആർക്ക്? ഈ അനാചാരങ്ങൾ കാട്ടിക്കൂട്ടുന്നവരിലുള്ളത്. എന്നിട്ട് അവരുടെ തലകളെ കൊണ്ട് അമ്മാനമടി എന്ന് പറയുകയാണ്. എന്നിട്ട് 19 പറയുകയാണ്, മഹാത്മാക്കളുടെ നേരെ പ്രയോഗിച്ച ആഭിചാരം. ഇങ്ങനെ മഹാത്മാക്കളുടെ നേരെ ആരെങ്കിലും ആഭിചാരം ചെയ്യുകയാണെങ്കിൽ, ആഭിചാരം എന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ, മഹാന്മാരുടെ നേരെ ആരാഭിചാരം ചെയ്താലും ഇങ്ങനെ തന്നെയാണല്ലോ പ്രയോഗിച്ചവരുടെ നേരെ തിരിച്ചടിക്കുക. ഈ ആഭിചാരങ്ങളിൽ ആരെങ്കിലും നല്ല ആൾക്കാർക്കെതിരായിട്ട് ഇതെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കിതൊന്നും ഏശാൻ പോകുന്നില്ല. ചെയ്തവർക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം കിട്ടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ ആഭിചാര ക്രിയകൾ, ആഭിചാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പാര വെക്കുന്ന പരിപാടികൾ. സമൂഹത്തിൽ ആര് പാര വെച്ച് മറ്റുള്ളവരെ നല്ല ആൾക്കാരെ തുലക്കാൻ ശ്രമിച്ചാൽ അവരുടെ സർവനാശമായിരിക്കും ഫലം. അതാണ് മഹാഭാരത യുദ്ധം. ദുര്യോധനാദികളെല്ലാം കാട്ടിക്കൂട്ടിയ അധർമ്മങ്ങൾ, പാരവെപ്പുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം ദുഷിച്ച പ്രവർത്തികൾ. ഒരു കാലം എന്ത് ചെയ്തു? പാണ്ഡവരോടൊത്ത് കാലം വന്നിട്ട് അവരെ മുഴുവൻ ഇല്ലാതാക്കി. എന്നിട്ടോ 20 പറയുന്നു, പരീക്ഷത്തോട് രാജാവോട് പറയുകയാണ്, ദേഹാദികളിൽ ആത്മഭാവമാകുന്ന
ഹൃദയഗ്രന്ഥിയെ വേർപെടുത്തിയിട്ടുള്ളവരും ഞാനെന്ന ഭാവമെല്ലാം വിട്ട് ആ ഹൃദയഗ്രന്ഥിയെ ഭേദിച്ച്, അതായത് ഭൗതിക ലോകത്തിലെ താല്പര്യങ്ങളില്ലാതെ ആക്കി ചിന്തിച്ച് സകല ജീവജാലങ്ങൾക്കും ഹിതകാരിയായി എല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും സമഭാവനയോടെ കാണുക. എല്ലാവരും ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നവരാണ്. പല രൂപത്തിൽ വന്നേ ഉള്ളൂ, പല കർമ്മം ചെയ്യാൻ. അവിടെ ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. അന്യദേശ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ഇംഗ്ലീഷുകാരൻ, ചൈനക്കാരൻ, ഇങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളും ഇല്ല. ഓരോ ദേശത്തിലും ഓരോ രൂപത്തിലും ബ്രഹ്മം തന്നെയാണ്, ശ്രീഹരി തന്നെയാണ് വന്നിരിക്കുന്നത്. സകല ജീവജാലങ്ങൾക്കും ഹിതകാരിയ, പട്ടിയായാലും പൂച്ചയായാലും കഴുതിയായാലും എല്ലാം ശ്രീഹരി തന്നെയാണ് വന്നിരിക്കുന്നത്. മത്സരമകരും ആദ്യം മത്സരമില്ലാതാക്കണം. എന്തിനാ മത്സരിക്കുന്നത്? ഓരോ ആളും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ലോകത്തിൽ നമ്മൾ പറയും, മത്സരിക്കുന്ന ലോകമാണ്, ഈ ലോകത്തിൽ മത്സരിച്ചിട്ട് നമ്മൾ എന്ത് മത്സരമാണ് ആവശ്യപ്പെട്ടത്? ഓരോ ആളും അവർ കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അവനവൻ്റെ കർമ്മം ചെയ്തിട്ടാണ് പോകുന്നത്. ലോകം പുരോഗമിക്കും. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവരവർക്ക് കഴിയുന്നത് ചെയ്തിട്ട് പോകുക. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുത്ത് തീർത്ത് പോയിക്കൊടുക്കുക. എന്തിന് മത്സരം? ഇവിടെ കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ ഇവിടെ നടക്കുകയുള്ളൂ. എല്ലാവരും കോമ്പറ്റീഷൻ, മത്സരിച്ചാണ് എത്താൻ പോകുന്നത്. എവിടെ? ഇതെല്ലാം മിഥ്യയാണ്. കോമ്പറ്റീഷൻ ഒന്നും വേണ്ട. അവരവരുടെ കർമ്മം ചെയ്ത് പോയിക്കൊള്ളുക. ഒരു മത്സരവും ആവശ്യമില്ല. ഇതെല്ലാം ആ ശ്രീഹരി തീരുമാനിച്ച മാനിയെ പോകും. അല്ലാതെ നമ്മൾ വിചാരിച്ച ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. എങ്കിലും മത്സരിച്ചിട്ട് ഉറപ്പില്ലാതെ നടക്കാനേ പറ്റൂ. ഒരു കാലം വരുമ്പോൾ അധർമ്മത്തെ തച്ചുടച്ച് ഇല്ലാതാക്കുക തന്നെ ചെയ്യും കാലം. മത്സരമാകുന്നവനും സാക്ഷാൽ ഭഗവാനിൽ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നവനും കാലമാകുന്ന ചക്രായുധത്താൽ, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ കാലമാകുന്ന ചക്രായുധത്താൽ രക്ഷിക്കപ്പെടുന്നതുമാണ്. അവരെ കാലമാകുന്ന ചക്രായുധം എന്ന് പറഞ്ഞാൽ ചക്രകടത്തിലാണല്ലോ സൗദിക സിസ്റ്റം. അതാണ് കാലമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും? സംരക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്ന പാണ്ഡവരെ കാലം സംരക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. പാണ്ഡവർക്കെതിരായിട്ട് അവർ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവസാനം പാണ്ഡവരെ സംരക്ഷിച്ചു. അതുപോലെ അവരെ കാലം സംരക്ഷിക്കും. അവർക്ക് ഒരു ഭയത്തിനും അവകാശമില്ല. അവർ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ധർമ്മത്തിനനുസരിച്ച് കാലത്തോടൊപ്പം നീങ്ങുകയാണെങ്കിൽ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. നിന്തിരുവടിയുടെ പാദത്തിൽ പാതാരബിന്ദങ്ങളിൽ മനസ്സർപ്പിച്ചവന്, അങ്ങനെ ആ ശ്രീഹരിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവന് സ്വന്തം തല അറക്കപ്പെടുന്ന അവസരം വന്നാൽ കൂടി, അങ്ങനെ ധീരമായിട്ട് നമ്മളുടെ കർമ്മം ശ്രീഹരിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ തല അറുക്കുന്ന സന്ദർഭം വന്നാൽ കൂടി അമ്പരപ്പില്ലാതെ നിവർന്നിരിക്കും എന്നതിൽ അതിശോക്തി വേണ്ട. അങ്ങനെ ശ്രീഹരിയെ ചിന്തിച്ച് കർമ്മം ചെയ്യുന്നവന് അവൻ്റെ തലയാരെങ്കിലും അറക്കും എന്നുള്ള ഒരു സംഭവം വന്നാലും അവന് അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉറച്ചവിടെ നിൽക്കും. അതായത് ധർമ്മത്തിനനുസരിച്ച്, കാലത്തിൻ്റെ പോക്കിനനുസരിച്ച്, കാലത്തിന് വേണ്ടി ജീവിക്കുന്ന അത്തരം വ്യക്തികൾ അവരുടെ തല പോകുന്ന അവസരം വന്നാലും അവരത് കൂളായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അവരൊന്നും ഭയക്കുകയില്ല. അവർ കൂളായിട്ട് അവരെ കർമ്മം ചെയ്തുകൊണ്ട് ഇരിക്കും എന്നുള്ള സന്ദേശമാണ് ഇവിടെ പറയുന്നത്.